ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. 1 കൊരിന്തോസ് 7-ാം അധ്യായം 24-ാം വാക്യം വ്യക്തമാക്കുന്നു, ഏത് അവസ്ഥയിൽ നിങ്ങൾ വിളിക്കപ്പെട്ടുവോ ആ അവസ്ഥയിൽ ദൈവത്തോടൊത്ത് നിലനിൽക്കുവിൻ. ക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ, ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ഒരേ ശരീരത്തിലെ അവയവങ്ങൾ ശരീരവുമായി ബന്ധമുള്ളതുപോലെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ ക്രിസ്തുവുമായി ബന്ധമുണ്ടായിരിക്കണം. അവർ ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടും. അവർക്ക് ശാരീരികമായും മാനസികമായും കർത്താവ് ആരോഗ്യം നൽകും. സ്നേഹമുള്ളവരെ, ഒരു കാര്യം കർത്താവ് ആവശ്യപ്പെടുന്നു. സുഭാഷിതങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 23-ാം തിരുവചനം, നിന്റെ ഹൃദയത്തെ ജാഗരൂകതയോടെ കാത്തു സൂക്ഷിക്കുക, ജീവന്റെ ഉറവകൾ അതിൽ നിന്നാണ് ഒഴുകുന്നത്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദൈവസ്നേഹത്തിലും മനുഷ്യ സ്നേഹത്തിലും അവൻ വളരണം. അതിന് നിന്റെ ഹൃദയത്തെ ജാഗരൂകതയോടെ കാത്തു സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. കാരണം വചനം പറയുന്നു, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ ദൈവത്തെ കാണും. സ്നേഹമുള്ളവരെ, ഏത് അവസ്ഥയിൽ നിങ്ങൾ വിളിക്കപ്പെട്ടുവോ ആ അവസ്ഥയിൽ ദൈവത്തോടൊത്ത് നിലനിൽക്കുവിൻ എന്ന് തിരുവചനം പറയുമ്പോൾ മനുഷ്യൻ ദൈവത്തെ അവന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണം എന്നല്ല അർത്ഥമാക്കുന്നത്. ദൈവം മനുഷ്യനെ അവിടുത്തെ ഹിതം പോലെ നടത്തുവാനാണ്. അതായത് ദൈവത്തിന്റെ ഇഷ്ടം നമ്മുടെ ഇഷ്ടമായി മാറ്റണം. യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് എന്റെ ഇഷ്ടം പ്രവർത്തിക്കുവാനല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടം നിറവേറ്റാണ്. അതുകൊണ്ട് നമുക്ക് അവിടുത്തെ കൃപയ്ക്ക് കീഴിൽ നിന്നുകൊണ്ട് അവിടുത്തെ ഇഷ്ടം നിറവേറ്റുവാൻ ശ്രമിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്നുമില്ലായ്മയിൽ നിന്നും നമ്മെ മെനഞ്ഞെടുത്ത കർത്താവിന് നമുക്ക് നന്ദി പറയാം. ദൈവേഷ്ടം നിറവേറ്റുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകും. അവിടത്തേക്ക് നമുക്ക് നന്ദി പറയാം. ജാഗരൂകതയോടെ നമ്മുടെ ഹൃദയത്തെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് അവിടുത്തെ നമുക്ക് സ്തുതിക്കാം, ആരാധിക്കാം. ഒന്നുമില്ലായ്കയിൽ നിന്നെ നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു, നിത്യമായി സ്നേഹിച്ചെന്നെ നിന്റെ പുത്രനെ തന്നു രക്ഷിച്ചു. നീ നിൻമഹാ നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും, നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. യേശുവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നു. അങ്ങയുടെ പ്രതീക്ഷകൾക്കൊത്ത് ഉയരുവാൻ അങ്ങയുടെ കൃപയ്ക്ക് കീഴിൽ ഞങ്ങളെ നിർത്തി. കർത്താവേ, ഞങ്ങളുടെ മേൽ അങ്ങയുടെ കരുണ ചൊരിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മോചനം, വീണ്ടും ജനനവും, നീചപാപിയന്മേൽ വസിപ്പാ നിന്നാത്മാവിന്റെ ദാനവും നീ തന്നു, സ്വർഗാനുഗ്രഹങ്ങളും കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറഞ്ഞു സ്തുതിച്ചിടുമെന്നും. ഓ ജീസസ്,
കർത്താവ് പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടിയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത്തു കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. ഞങ്ങളെ താങ്ങി നിർത്തുന്ന കർത്താവേ നന്ദി. ഞങ്ങളങ്ങയെ സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങളങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുന്നു. അങ്ങ് എത്രയോ വലിയ ദൈവമാണ് ഞങ്ങൾ വിശ്വസിക്കുന്നു. അന്നവസ്ത്രാദി നന്മകളെ എണ്ണമില്ലാതെന്മേൽ ചൊരിഞ്ഞു. തിന്മകൾ സർവത്തിൽ നിന്നെ കൺമണി പോലെ കാക്കുന്നു നീ. മഹാകൃപയ്ക്കായി ഞങ്ങളങ്ങയെ സ്തുതിക്കുന്ന കർത്താവേ, ഞാൻ സ്തുതിച്ചിടുമെന്നും ഓ ജീസസ്, മഹാകൃപയ്ക്കായി ആശമില്ലാത്തവകാശവും ജീസസ്, യേശുവിൻ ഭാഗ്യസന്നിധിയും നീതിയിൻ വാടമോടിയതും തന്മക്കൾക്കു സ്വർഗ്ഗേ ലഭിക്കും. വലിയ കൃപയ്ക്കായി സ്തോത്രം ജീസസ്. അങ്ങയുടെ വലിയ കൃപയ്ക്കായി നന്ദി കർത്താവേ. സ്തുതിക്കുന്നു കർത്താവേ. Glory Jesus. കൃപയ്ക്കായി സ്തുതിക്കുന്നു ജീസസ്. ഓ നല്ല ദൈവമേ, അങ്ങയുടെ വലിയ സ്നേഹത്തിനായി സ്നേഹമുള്ള ദൈവമേ ആരാധന. ഇന്നേ ദിവസം നമ്മുടെ ജീവിതത്തിലെ പരാജയങ്ങളെ വിജയങ്ങളാക്കി മാറ്റി ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.